നമസ്കാരം, യാണോമെൻസിലേക്ക് സ്വാഗതം. യാണോമെൻസിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം, സ്ലിപ്പ് നോട്ടിൽ നിന്നും എങ്ങനെ കുറച്ച് ചെയിൻസ് ഫോം ചെയ്യാം എന്നുള്ളതാണ്. സോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ യാൺ, പിന്നെ ഒരു ക്രോഷ്യ ഹൂക്ക് വേണം. ഞാൻ യൂസ് ചെയ്യുന്ന ക്രോഷ്യ ഹൂക്ക് സൈസ് 5mm ആണ്. കുറച്ച് ത്രെഡ് യാൺ അൺവൈൻഡ് ചെയ്തിട്ട് യാണിൻ്റെ ഈ ലൂസ് എൻഡിനെ നമ്മൾ ടെയിൽ എൻഡ് എന്ന് പറയും. അതുപോലെ ഈ യാൺ ബോളിനെ വർക്കിംഗ് യാൺ എന്നാണ് പറയുന്നത്. സോ കുറച്ച് ടെയിൽ എൻഡ് ഇങ്ങനെ വിട്ട ശേഷം ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ക്രോഷ്യറ്റർ ആണെങ്കിൽ you will be using your left pointing finger. So grab your yarn in between these thumb and middle finger. പോയിൻറ്റിങ് ഫിംഗറിൽ ഇങ്ങനെ പതുക്കെ റാപ്പ് ചെയ്തിട്ട് ഒരു എക്സ് ഫോം ചെയ്യുന്ന പോലെ കൊണ്ടുവന്നിട്ട് പതുക്കെ ഈ റാപ്പ് ചെയ്ത് ഈ യാണിൻ്റെ അകത്തൂടെ ഈ വർക്കിംഗ് യാണ് ഒന്ന് പതുക്കെ പുൾ ചെയ്യുക. നമ്മൾ സാധാരണ ഇടുന്ന ഒരു നോട്ട് പോലെ തന്നെയാണ് ഈ സ്ലിപ്പ് നോട്ട്. വൺസ് അഗെയിൻ സോ ഈ പോയിൻറ്റിങ് ഫിംഗറിൽ മേളിലൂടെ യാൺ റാപ്പ് ചെയ്തിട്ട് എക്സ് ഫോം ചെയ്യുന്ന പോലെ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇതിനെ ഒന്ന് പിടിച്ചിട്ട് ഈ യാണിൻ്റെ അല്ലെങ്കിൽ ഈ ലൂപ്പിൻ്റെ അകത്തൂടെ വർക്കിംഗ് യാൺ പതുക്കെ വലിച്ചെടുക്കുക. ആൻഡ് ദിസ് ഇസ് ഹൗ ദ സ്ലിപ്പ് നോട്ട് വിൽ ബി. ഈ സ്ലിപ്പ് നോട്ടിനകത്തൂടെ നിങ്ങൾ ഈ ക്രോഷ്യ ഹൂക്ക് പതുക്കെ കടത്തിവിടണം. എന്നിട്ട് വർക്കിംഗ് യാൺ അല്ലെങ്കിൽ ടെയിൽ എൻഡ് ഏതെങ്കിലും ഒരു എൻഡ് പതുക്കെ വലിക്കുക. ജസ്റ്റ് മേക്ക് ഷുവർ ഈ ഹൂക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഈ സ്ലിപ്പ് നോട്ടിന് ഇടയ്ക്കൂടെ അകത്തൂടെ ടൈറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാൺ അകത്തോട്ട് വലിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു സ്ലൈഡ് ഹിയർ ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ. ഇനിയിപ്പോൾ ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ യാൺ ഇങ്ങനെ പിടിച്ച ശേഷം ഈ ഹൂക്ക് പതുക്കെ യാണിൻ്റെ താഴെ കൂടെ കൊണ്ടുവന്നിട്ട് ഒന്നിങ്ങനെ ചുറ്റുക. ഒന്നുകൂടെ ഈ ഹൂക്ക് പതുക്കെ യാണിൻ്റെ താഴെ കൂടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഈ യാൺ ഈ ഹൂക്കിൻ്റെ മേളിലൂടെ കൊണ്ടുവരിക, ചുറ്റിയെടുക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് യാൺ ഓവർ ദി ഹുക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് യാൺ ഓവർ ദി ഹുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. കീപ് യുവർ ഹുക്ക് സ്റ്റിൽ. ജസ്റ്റ് ബ്രിങ് യുവർ വർക്കിംഗ് യാൺ ഓവർ ദി ഹുക്ക് ആൻഡ് പുൾ ഇറ്റ് ബാക്ക്വേർഡ്സ് ടൈറ്റ്ലി സോ ദാറ്റ് ഈ ക്രോഷ്യ ഹുക്കിൻ്റെ ടിപ്പിൽ ഈ യാൺ സെക്യൂർഡായിട്ട് നിൽക്കുന്ന പോലെ ഇറ്റ് ഡസൻറ്റ് ഗോ ഓഫ് ദി ഹുക്ക്. ഈ പ്രോസസ്സിനെയാണ് യാൺ ഓവർ ദി ഹുക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് സ്ലോലി പുൾ ദി ത്രെഡ് ത്രൂ ദി സ്ലിപ്പ് നോട്ട് ഓൺ യുവർ ഹുക്ക്. ഇത് നിങ്ങളൊരു ചെയിൻ ചെയ്ത് കഴിഞ്ഞു. വൺസ് അഗെയിൻ യാൺ ഓവർ ദി ഹുക്ക്, pull the yarn through the loop. Second chain ചെയ്ത് കഴിഞ്ഞു. Yarn over the hook, pull the yarn through the loop. Third chain. Yarn over the hook, pull the yarn through the loop. Fourth chain. Yarn over the hook, pull the yarn through the loop. Fifth chain. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസിനൊത്ത് ചെയിൻസ് ഫോം ചെയ്യുക. yarn over the hook, pull the yarn through the loop.
yarn over the hook, pull the yarn through the hook. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ചെയിൻസ്, I have made some chains like this. ഈ ചെയിൻസ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഹൂക്കിൽ നിന്നും സ്ലിപ്പ് നോട്ടിലേക്ക് ആണ് നമ്മൾ ചെയിൻസ് കൗണ്ട് ചെയ്യാറ്. സോ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, don't count this loop on the hook. This is your first chain which is close to the hook. So first chain, second, third, fourth, fifth, sixth, seventh, 8, 9, 10, 11 ചെയിൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ശീലമാകുന്നവരെ, until you get practice to it, നിങ്ങൾ എത്ര ചെയിൻസ് വേണോ നിങ്ങളുടെ കൺവീനിയൻസിനൊത്ത് ചെയ്യുക. So in this tutorial I have shown you how to make a slip knot and then work chains from that slip knot. Hope you found this tutorial easy and understandable. നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. So please stay tuned. Until then, it is bye from Kala. Happy crocheting.